സാറില്ല, ഉച്ചയാവുന്നത് അതുപോലെ തന്നെയാണ്. കാണാനില്ല, ഇവിടെ കാണാനില്ല, ഇവിടെ കാണാനില്ല. മാസം ഒന്ന് കഴിഞ്ഞില്ലേ, മാസം ഒന്ന് കഴിഞ്ഞില്ലേ. വെള്ളമില്ല, 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 വെള്ളമില്ല. നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം. ഇല്ല ഇല്ല വെള്ളമില്ല, ഇല്ല വെള്ളമില്ല, നാട്ടിലെങ്ങും വെള്ളമില്ല. വാട്ടർ അതോറിറ്റിയിലാണില്ല, വാട്ടർ അതോറിറ്റിയിലാണില്ല. ജീവനക്കാരെ കാണാനില്ല, AXE കാണാനില്ല. കോൺഗ്രസ് പറയുന്നു സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, വെല്ലുവിളിച്ച് പറഞ്ഞേക്കാം. നാട്ടുകാർക്ക് വെള്ളമെത്തിക്കാൻ, നാട്ടുകാർക്ക് വെള്ളമെത്തിക്കാൻ എത്രയും വേഗം നടപടി വേണം. നാട്ടിലാകെ വെള്ളമില്ലേ, ശബരിമല പോയോ, ശബരിമല പോയോ. ഒന്നണ്ടക്കം പോയതാണോ, ഒന്നണ്ടക്കം പോയതാണോ. അനുമോനെവിടെ കാണാനില്ല, അനുമോനെവിടെ കാണാനില്ല. ആണങ്കട്ടൊരു റോഷി അഗസ്റ്റിൻ, ആണങ്കട്ടൊരു റോഷി അഗസ്റ്റിൻ. ഇതുപോലൊരു നാരിയ മന്ത്രിയെ, ഇതുപോലൊരു നാരിയ മന്ത്രിയെ CPM വിടുപടി ചെയ്യും. AXE ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരുമില്ല. ഇത് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വാർത്ത വന്ന് 26ാമത്തെ ദിവസമാണ് 39 വാർഡുകളിൽ വെള്ളം കിട്ടുന്നത്. വെള്ളം കിട്ടാതെ ഇവര് ഇന്ന് വരും നാളെ വരും. ഞങ്ങളാരും ഫോൺ ചെയ്താൽ ഇവർ ഫോൺ എടുക്കത്തില്ല. എത്രയോ ദിവസമായിട്ട് ഞാൻ തന്നെ വിളിക്കുന്നുണ്ട്, ഒരു തീരുമാനമില്ല. PW ഇന്നും പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകളുണ്ട്. അതുകൊണ്ട് വെള്ളം ഇവർ ഉറപ്പ് തരാതെ, സാറുമായിട്ട് സംസാരിച്ച് ഉറപ്പ് തരാതെ നമ്മളിവിടുന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. കാരണം ഇത് നിസ്സാരമല്ല. ഈ നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് 60% വീടുകളിലും വെള്ളമില്ല. പഴയ നാട്ടകം പഞ്ചായത്തും പച്ചിക്കാട് പഞ്ചായത്തിലെ 24 വാർഡിലും വെള്ളമില്ല. കഞ്ഞിക്കുഴി പ്രദേശത്തും വെള്ളമില്ല. ഇവർ ഒരു ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നവും. ഇത് മരുമകനാണോ റോഷിയസിനാണോ എന്ന തട്ടമാണ്. തിരുവഞ്ചൂർ ഓവർഹെഡ് ടാങ്കിൽ അവിടെ നിന്ന് നേരെ കഞ്ഞിക്കുഴി വന്ന് ഇവിടെ നമ്മളുടെ വാട്ടർ അതോറിറ്റി ഇവിടെ തന്നെയാണ് അതിന്റെ ടാങ്ക്. ടാങ്കിനകത്ത് വെള്ളമുണ്ട്. ഞാനിപ്പോൾ എനിക്കത് കൃത്യമായിട്ട് എനിക്ക് തന്നെ കൃത്യം അറിയാം. അത് ഹെഡ് ഓഫീസിനോട് ചേർന്നുള്ള ആ ടാങ്ക്. പക്ഷേ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഓൾറെഡി ഫുള്ളി കൊലാപ്സ്ഡാണ്. താഴെ 39 വാർഡുകളിലായിട്ട് ആളുകൾ ആരും അവർക്ക് വെള്ളമില്ലാതെ സഹികെട്ട് മടുത്തു. വിളിച്ചാൽ റെസ്പോൺസ് ഇല്ല എന്നുള്ളതാണ് ഈ പാവങ്ങളുടെ എല്ലാം വരുന്നത്. ഈ ഉള്ള വെള്ളമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള നടപടി വേണ്ടേ. പറയുന്ന ഫ്ലിംസി ആർഗ്യുമെന്റ്സ്. പൈപ്പ് മാറ്റുന്നതിനെ സംബന്ധിച്ച് ഇവിടെ വാട്ടർ അതോറിറ്റിയും PWD തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇരുന്ന് 5 പ്രാവശ്യം ആ തർക്കം പറഞ്ഞിട്ട് തർക്കമല്ല, റോഡ് വിട്ടുകൊടുക്കുക. 3-4 കൊല്ലം മുമ്പ് ഇവർക്ക് വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ഇടാൻ റോഡ് കൊടുത്തതാണ്. അവർ തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് കൊടുക്കാതെ വന്ന് ഇവർ 4 പ്രാവശ്യം മറ്റേ നോട്ടീസ് കൊടുത്തു. പണിയും തീർക്കത്തില്ല, ഇത് കൊടുക്കത്തുമില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നു PWD പണി ചെയ്യാത്തതുകൊണ്ടാണ്. PWD അല്ല, യഥാർത്ഥത്തിൽ PWD അല്ല, ഇവര് പണി ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു 4 കൊല്ലമായി ഇവിടെ പൈപ്പ് കൊണ്ടുവന്ന DI പൈപ്പ് കൊണ്ടുവന്ന് ചില റോഡിന്റെ സൈഡിൽ അടുക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ആ പൈപ്പ് ഒരു രക്ഷയില്ല. ഇപ്പൊ ഏറെക്കുറെ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ റീടാർ ചെയ്യുമ്പോൾ നേരെ കുത്തിപ്പൊളിക്കും, പൈപ്പ് ഇടേണ്ടതാണ് എന്ന് പറഞ്ഞ് സൈഡങ്ങ് കുത്തിപ്പൊളിക്കും. അപ്പൊ പൈപ്പ് ഇടുകയില്ല, PWD വർക്ക് ചെയ്യിക്കുകയില്ല, റോഡ് നേരെയാക്കുകയില്ല. ഇത് വലിയ കോലാഹലമാണ്. അവസാനം വന്ന് എല്ലാവരും കൂടെ കൂടി ഇതിന്റെ പഠിക്കാൻ തന്നെ വന്നിരിക്കും. ഞാനിത് കേട്ടറിഞ്ഞാണ് ഇവിടെ വരുന്നത്.
വരുമ്പോഴാണ് സിറ്റുവേഷൻ വളരെ വളരെ ഒരു ഹോട്ട് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകാതെ ഒരു നിവൃത്തിയില്ല. ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്നും ഇവിടെ ആരും ഇല്ല. ഇവിടെ ഉള്ളത് എന്നോട് അനിയാണ്. എന്നോട് സംസാരിച്ചിട്ടുള്ള ആള് തന്നെ ഇവിടുത്തെ ടി എ ആണ്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് അവേഴ്സ്, അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പോൾ ടി എ ഉണ്ട്, ടി എ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇവിടെ ബാക്കിയുള്ള ആളുകൾ പാവങ്ങൾ ഇവിടെ എല്ലാം കൂടെ അവരും കാത്തിരിക്കാതെ ആയിക്കോട്ടെ കൊടുക്കാം. എന്റെ അടുത്ത് നിന്ന് സംസാരിക്കും കള്ളം പറയാനായിട്ട്. ഞാൻ ഡെപ്യൂട്ടി ആണ് സാറേ. ഞാൻ ഡെപ്യൂട്ടി ആണ്. പ്രോജക്ട് ഡിവിഷനിൽ ജിബോയ് സാർ എക്സിക്യൂട്ടീവ് ജിബോയ് പ്രോജക്ട് രാധാകൃഷ്ണനാണ്. അപ്പൊ ഞാനെന്നാ ഇവിടെ ഇരിക്കാം. അദ്ദേഹം ഒന്ന് എന്നെ ബന്ധപ്പെട്ടാവും. ഞാനും ഇവിടെ ഉണ്ടാവും. അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് ഞാനും പോകുന്നത്. ഇതിൻ്റെ ഒരു ഫൈനാലിറ്റി വേണ്ട. ഇവിടെ നമ്മളെ തിരുവഞ്ചൂർ സാറിൻ്റെ ഒരു കക്ഷിയായിട്ട് ഇവിടെ സാറും ഇവിടെ വെള്ളം കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം നമ്മുടെ ഓഫീസിൽ പിക്കറ്റ് ചെയ്യാണ്. ആദ്യം മനുഷ്യക്കാട് നമുക്കിപ്പോ ഈ ടാങ്കിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇപ്പൊ അവിടെ വീടുകളിൽ കുറച്ച് വെള്ളം കിട്ടിയാലേ ഒരു 3 ടാങ്ക് വെള്ളം എത്ര അതിന്റെ കപ്പാസിറ്റി എന്നാ പിന്നെ അതിനകത്ത് ടാങ്കർ ലോറിക്കകത്ത് അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നമ്മൾ പണി പൂർത്തിയാക്കി അവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന മുറയ്ക്ക് ആ ടാങ്കിലോട്ട് ഒഴിക്കുന്ന വെള്ളത്തിനെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഒരു 2, 3, 4 ടാങ്കർ ലോറി നിർത്തി ഇന്ന് തന്നെ നമുക്ക് എഴുതൂ. അവിടെ കൊല്ലാട് അവിടെ ടാങ്ക് നമ്മള് പുറത്തുനിന്ന് വെള്ളം എടുത്ത് ഇവിടുന്ന് ഇവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോകണ്ട. ഇവിടുന്ന് നിങ്ങൾക്ക് ബൾക്ക് സപ്ലൈ ഉണ്ട്. അത് എടുത്ത് ടാങ്കർ ലോറിയിൽ മോളെ ഒരു കസേര ഇട്ടോളൂ. ആ കുട്ടി അവിടെ ആ ചെയർ ഇട്ടിട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയെടുത്തു. അപ്പൊ നമ്മൾ ഓരോന്നും തീരുമാനിക്കാം. നമ്പർ 1, കൊല്ലാട് ടാങ്കിലോട്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് 6 മണി വേണം ഒരു വെള്ളം ഒഴിക്കാം. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റുമല്ലോ. ടാങ്കർ ലോറി ഉണ്ടല്ലോ. ടാങ്കർ ലോറി ഇല്ലേ? നമുക്കില്ല സാറേ. മേടിച്ച വാടക അത് കടം പറഞ്ഞാലും അത് ടാങ്കർ ലോറിക്കകത്ത് എത്ര ടാങ്കർ ലോറി വെള്ളം വേണം? ഏതാ 10,000 ഒരു 5 ട്രിപ്പ്. അത്രയല്ലേ ഉള്ളൂ കാര്യം. 5 ട്രിപ്പ് വെള്ളം അടിച്ച് കൊല്ലാട് അല്ല 5 കൊല്ലാട് ടാങ്ക് നിറയ്ക്കുക. നമ്പർ 1. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് പനച്ചിക്കാട് എന്താ ചെയ്യുന്നത്? ഇവിടെ ഉണ്ടെങ്കിൽ പനച്ചിക്കാട് ക്ലിയർ നാട്ടകത്ത് ഇവിടെ ഈ ടാങ്ക് നിറയുന്നത് കൊണ്ട് ഒരു ദിവസം കൂടെ മുമ്പ് പനച്ചിക്കാട് അല്ല നമ്മള് നീ എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള തീരുമാനങ്ങൾ നാട്ടകത്ത് നമുക്ക് എത്ര ടാങ്കർ ലോറി പക്ഷെ മോട്ടർ ടാങ്ക് ഉണ്ട്.
13 മീറ്റർ ആയിട്ടുള്ള ടാങ്ക് അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പമ്പിങ് എല്ലാം പറ്റും. അത് സാറേ ഈ ലൈൻ ചെയ്യാം. നാട്ടിലെ ലൈൻ പമ്പിങ് തന്നെ തുടങ്ങാം. അപ്പൊ നാട്ടകത്തെ എപ്പോഴേക്കും അത് 8 മണിക്ക് ലൈൻ ചെയ്യാം. 8 മണിക്ക് അപ്പൊ ഇന്ന് 8 മണിക്ക് മുമ്പ് നമ്മള് ലീക്ക് ഒഴിവാക്കി നാട്ടകത്തുള്ള പമ്പ് ചെയ്യാനുള്ള അപ്പൊ രണ്ട് കാര്യം. പനച്ചിക്കാട്ടെ കൊല്ലാട്ട് ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം അവിടെ എത്തിക്കുക. ടാങ്കറിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് ഇത് കൃത്യമാക്കുക. അപ്പോൾ കൊല്ലാടും പനച്ചിക്കാടും നാട്ടകത്തുള്ള ഈ ലീക്ക് ഇപ്പോ 8 മണിക്ക് മുമ്പ് തീർത്ത് നാളെ രാവിലെ അവർക്ക് വെള്ളം കിട്ടത്തക്കുള്ള നടപടി ചെയ്യാമല്ലോ. 2 മണിയാകുമ്പോ മുട്ടമ്പലം, കഞ്ഞിക്കുഴി, അവിടെ ക്വാർട്ടേഴ്സ്, ഇന്ദിരാനഗർ, ഞാൻ തുറന്നാൽ മതി സാർ. വെള്ളം ഇന്ദിരാനഗർ ആ ഏരിയ മുഴുവൻ കവർ ചെയ്യും. ഇന്ന് 2 മണിക്ക് അല്ലേ എഴുതിക്കോ. ചെയ്തോണ്ടിരിക്കും. തീരെ ആയിക്കോട്ടെ. അടുത്തത് ഈ ടൗണിനകത്ത് വരുമ്പോൾ ബസേലിയസ് നിൽക്കുന്ന അതിന്റെ താഴത്തെ സ്ഥലത്ത് ടൗണിലെ പ്രദേശത്ത് അവിടെ ഒന്നും 24 മണിക്കൂർ കൊല്ലാടൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ താഴെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുമ്പ് കോട്ടയം ടൗണും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളം എത്തിക്കുക. സമ്മതിച്ചല്ലോ? വേറെ ഒന്നുകൂടെ ആലോചിക്കണം. ഒന്നുകൂടെ ആലോചിച്ചോ, കുഴപ്പമില്ല. വെള്ളം എത്തിക്കുക. പിന്നെ 4ാമത്തെ പ്രശ്നം ഉണ്ടായിട്ട് ആളുകൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഓഫീസിനകത്ത് തന്നെ ഉണ്ടാകും. അത് 24 hours സർവീസാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഫോൺ നമ്പർ CUG നമ്പർ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ ഓഫീസേഴ്സ് അല്ലല്ലോ ഫോൺ എടുക്കുക, താഴെയുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയല്ലേ. അതിന് 3 ടേണായിട്ട് ആളിനെ വെച്ച് അതിനെ ക്രമീകരണം ചെയ്യണം. ഏത് ഫോണിലാണ് ഇവിടെ വിളിച്ചു? 0481563701 ആയിക്കോട്ടെ. ആ നമ്പറിൽ അതില് റൗണ്ട് ദ ക്ലോക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്രമീകരണം. 19 അഡ്വാൻസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് നമ്മളെ അറിയിക്കും. അത് കിട്ടും. 19 അപ്പൊ അത് പക്ഷേ 24 hours അറ്റൻഡ് ചെയ്യാനുള്ള 3 19 വിളിച്ചാൽ എപ്പോഴും കിട്ടും. 24 hour അത് ഹെഡ് ഓഫീസിൽ എടുക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കൺസേൺഡ് നമുക്ക് മെസ്സേജ് തരും. ഹെഡ് ഓഫീസിൽ തിരുവനന്തപുരം 19 ആർക്കും വിളിച്ചാൽ തിരുവനന്തപുരം സാറേ അതിന് അവരോട് വേറെ കാര്യം പറയാം. ഇവിടെ എന്ത് ക്രമീകരണം? ഇവിടുത്തെയാണ് 04825637 ഇതല്ലാതെ വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്? അത് ചെയ്യാമല്ലോ, ഈസി. മൊബൈൽ ഉണ്ട്. നമ്പറിന് പങ്കില്ല. നമ്പർ ഇവിടുത്തെ ഒരു 20 നമ്പർ ഇതേലും ഒരു നമ്പർ പറയാൻ ആളുകൾക്ക് 1, 2, 3 നമ്പർ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. റെസ്പോൺസ് ഉണ്ടാകുന്ന നമ്പർ പറഞ്ഞാൽ ഏതാണ്? വാട്ടർ അതോറിറ്റി അവർ വിവരം അറിയിക്കാം. ആ നമ്പർ തീരുമാനിച്ചോ? നിങ്ങൾ തീരുമാനിച്ചോ? 19 പിന്നെ 2 ഓഫീസർമാരേ ഉള്ളൂ. പടിഞ്ഞാറന്മാരെ നോക്കുന്നു, ടൗണിൽ നോക്കുന്നു. 2 ഓഫീസർമാരുണ്ട്. എഴുതിച്ചോ? ആ നമ്പർ നിങ്ങൾ. പക്ഷെ നമ്മുടെ നമ്പറുണ്ട്. ഒരു പ്രൊവൈസർ മാത്രമേ ഉള്ളൂ. വിളിച്ചാൽ അതിന് റെസ്പോൺസ് ഉണ്ടാകും. ഇല്ലാതെ പോകും. നമ്പർ 2, ഒരു പരാതി പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ അറ്റൻഡ് ചെയ്യണം. ഒരു 2 മണിക്കൂറാണ് ഒരു പരാതി പറഞ്ഞാൽ 2 മണിക്കൂർ അറ്റൻഡ് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആയിരിക്കും. അത് 2 മണിക്കൂർ കൊണ്ട് നടക്കത്തില്ല. ചിലതാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നടക്കും. ഒരു പരാതി നാട്ടുകാർ പറഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകും. അതുകൂടെ നമുക്ക് എടുത്താൽ